ധമാൽ കണ്ടിരുന്നു. ധമാൽ 4. അജയ് ദേവഗൺ, റിതേഷ് ദേശ്മുഖ് എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ വരുന്ന പടത്തിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, മ്യൂസിക്. പടത്തെക്കുറിച്ച് പറയുമ്പം ബോളിവുഡ് ഇപ്പോഴും പഴയ അവിടെ തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. പണ്ട് പ്രിയദർശനൊക്കെ 90കളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കോമഡികളുണ്ട്. ആ കോമഡിയൊക്കെ ഇപ്പോഴും റൺ ചെയ്യിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ബോളിവുഡ്. അവർക്കിതെല്ലാം കോമഡിയാണ്. നമ്മളൊക്കെ ഒരുപാട് മാറി, പക്ഷേ ബോളിവുഡ് ഇപ്പോഴും അവിടെ തന്നെ. 90കളിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പോലും ബോളിവുഡിന് സാധിച്ചിട്ടില്ല. അജയ് ദേവഗൺ പിന്നെ റീമേക്കിൻ്റെ ആളാണ്. ഏതെല്ലാം പടം കിട്ടിയാൽ അത് റീമേക്ക് ചെയ്യുക എന്നുള്ളത്. എനിക്ക് പുള്ളിയെ കാണുമ്പം നമ്മുടെ ദേവ്ജി ക്യാരക്ടറിനെ ഓർമ്മ. ബോളിവുഡിലെ ഒരു ദേവ്ജിയാണ് പുള്ളി, പക്ഷേ പുള്ളിയെ അങ്ങനെയല്ല കാണുന്നത് കേട്ടോ. ഈ പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പം ഈ ട്രഷർ ഹണ്ടാണ്. ട്രഷർ ഹണ്ടും കോമഡിയൊക്കെയാണ്. ട്രഷർ ഹണ്ടാകുമ്പോൾ ഒരു മാപ്പുണ്ട്. പണ്ടങ്ങാണ്ട് രാജാക്കന്മാരും സായിപ്പുമാരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിട്ടിരിക്കുന്ന സ്വർണം നമ്മൾ തേടി കണ്ടുപിടിക്കുക. അതൊക്കെയാണല്ലോ പൊതുവെയുള്ള സ്റ്റോറി. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ അത് എങ്ങനെ എടുത്തു വെക്കുന്നു, ആ ജേർണി, അതൊക്കെയാണല്ലോ പടത്തെ ഒരു വ്യത്യസ്തമാക്കുന്നത്. ആ കാര്യത്തിൽ വൃത്തിക്ക് ചെയ്യാൻ സാധിച്ചാൽ പടം വിജയിക്കും. അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പടം പരാജയപ്പെടും. ഇതൊക്കെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെയാണ് ബോളിവുഡ് ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളി വാരി പൊത്തുകയെന്ന് പറയില്ലേ, അമ്മാതിരി കോമഡിയാണ്. ഒരു മലയാളിക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ഞാൻ നോർത്തിലോട്ടൊക്കെ ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. UP, രാജസ്ഥാൻ, ഗുജറാത്ത്, ആ ഭാഗത്തൊക്കെ. എനിക്കൊന്ന് കർണാടകയിലും തമിഴ്നാട്ടിലും പോലും ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇവർ ഈ പടം കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇത് കണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പടം എടുത്തവർ തന്നെ പിന്നീട് ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരിക്കുമ്പോഴും ഇതെല്ലാം ബോഡി ഷേമിംഗ് ആണെന്നും എല്ലാത്തിനും ഉപരിയായി കുടുംബമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഈ പടത്തിൻ്റെ VFX എന്നൊക്കെ പറഞ്ഞാൽ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തർ എക്സ്പ്രസ് ആണ്. എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാ, ഓരോന്നൊക്കെ വെട്ടി കയറ്റി വെച്ചിരിക്കുന്നവരാ. പക്ഷെ പറയുമ്പം പടത്തിൻ്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടിക്കള CR ഇട്ട് കളിക്കുകയാണ്. പക്ഷെ ഒരു CRൻ്റെ എല്ലാം വർക്ക് അവിടെ ചെയ്തതായിട്ട് നമുക്ക് തോന്നത്തില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഈ ബോളിവുഡ് എക്കാലത്തും ബോഡി ഷേമിങ്, അത് ബോളിവുഡ് മാത്രമല്ല, തമിഴ് കന്നഡ മൂവീസിലൊക്കെ ബോഡി ഷേമിങ് എക്സ്ട്രീം ലെവലാണ്. പണ്ട് മലയാളത്തിലൊക്കെ ഉണ്ടായത്, ഞാനും ചിരിച്ചിട്ടുണ്ട്. പക്ഷേ കാലഘട്ടം ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്കത് മനസ്സിലായത് തെറ്റാന്നും അത് ബോഡി ഷേമിങ് എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ പിന്നെ നമ്മളൊന്നും അങ്ങനത്തെ കോമഡികൾ സിനിമയിൽ ചിത്രീകരിക്കാറില്ല. അതെങ്ങനെയാണ് നമുക്കത് ഡൈജസ്റ്റ് ആവുന്നതിന് സംശയമാണ്. പടം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും എടുത്താലും ഈ കേരളത്തിലുള്ള ആളുടെ മാനസികാവസ്ഥ എൻ്റെ ഡിഫറെൻ്റാണ് മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരുന്നതനുസരിച്ച് ഈ സംസാരത്തിലും ഭാഷയിലും ഡ്രസ്സിങ്ങിലും ചിന്താഗതിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒരു വിവേചനത്തോടെ സിനിമയെ ആണെങ്കിലും ലൈഫിനെ ആണെങ്കിലും എന്തിനേയും കാണുന്നൊരു വ്യക്തിയാണ് മലയാളീസ്. അതുകൊണ്ട് മറ്റേ സംസ്ഥാനക്കാർ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കൊരു വിഷൻ വേറെയാണ്. അതുകൊണ്ട് നമുക്കിത് ഡൈജസ്റ്റ് ആവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ പൈറേറ്റ്സ് ഓഫ് കരീബിനും ഗുൽമാലൊക്കെ പടം, അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇറക്കുന്ന സാധനമാണ് ഈ ചിത്രം. ഈ പടത്തിൻ്റെ BGM ഒക്കെ എവിടേക്കോ നമ്മൾ കേട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഇട്ടിട്ടുണ്ട്. മുതല, കടുവ, ഇവരെയൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുതലയ്ക്കും കടുവയ്ക്കൊക്കെ നാണംകേടാന്നേ ഉള്ളൂ അവരെയൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്തെന്ന് ഓർക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും, ചില സമയത്ത് കരച്ചിൽ വരും. ഈ MG ബ്രാൻഡിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്തൊരു ഗോപാൽ, എന്തോ മിച്ചറോ എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് സിനിമാക്കാരൊക്കെ സിനിമയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് നമുക്ക് മനസ്സിലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റ് സ്വീകരിച്ചു എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നും. ഞാൻ ഈ പടം ഒരാഴ്ച മുമ്പ് കണ്ടതാണ്. പക്ഷേ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. എന്ത് പറയാൻ വേണ്ടിയാണ്? നമ്മളൊരു പടത്തെക്കുറിച്ച് പറയുമ്പം എന്തെല്ലൊക്കെ വേണ്ടേ? ഈ പടം ഇനി OTTയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള ചിത്രമാണ്. പിന്നെ ഈ പടത്തിൽ ജയശ്രീരാമൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. എന്തിനാണോ ജയശ്രീരാം ഇല്ലാത്തൊരു പരിപാടി ഇപ്പം ബോളിവുഡിനില്ല. ഈ നിറം വെച്ചും മണ്ണം വെച്ചൊക്കെയുള്ള കോമഡിയൊക്കെ ഇക്കാലത്ത് എങ്ങനെ വർക്കൗട്ട് ആവും? ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് ഈ എഴുതുന്ന വ്യക്തികളുടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിങ്ങനെയാണോ കോമഡിയെ കാണുന്നത്? ബോളിവുഡ്, ബോംബെ ഒക്കെ ഇരിക്കുന്നവരൊക്കെ വലിയ അവർ അമേരിക്കയിൽ ജീവിക്കുന്നവരാണല്ലോ. അവർക്ക് ഇപ്പോഴും ഇവിടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ 90കളിലെ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല എഴുത്തുകാർ. ഇവരെന്താണ് സമൂഹത്തിലോട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും കേട്ടോ. അതിൽ ഭൂരിപക്ഷം മലയാളി ആയതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ബോളിവുഡിലൊക്കെ ചിലപ്പം അംഗീകരിക്കുമായിരിക്കും. ഈ ഭായിമാരൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് അവർക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കത്ര ഒരു ശരിയായിട്ട് തോന്നിയില്ല, എന്തോ പോലെ തോന്നി. അജയ് ദേവൻ പ്രണയിക്കുന്നൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ 2 മക്കളും ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ അകത്തൊരു പയ്യനെയൊക്കെ പുള്ളി ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ എന്തിനാണോ മനസ്സിലാവുന്നില്ല. ഒരു കണക്ഷൻ ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ റിതേഷ് ദേശ്മുഖ് അയാളൊക്കെ എന്താ കാണിക്കുന്നത്? അയാൾക്ക് ഈ എക്സ്ട്രാ ലാർജിനോട് ഭയങ്കര പ്രണയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് വന്നിരിക്കുന്ന പങ്കാളിയും അങ്ങനെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പം 90കളിലെ കഥയാണെങ്കിൽ കുഴപ്പമില്ല. 2026 ഇരിക്കുമ്പം അങ്ങനെയൊക്കെ ആയാലും ഒരാളെ അയ്യോ എന്താ എനിക്കൊന്നും പറയാനില്ല. ദേശ്മുഖ് വൈഫിനെയും കൊണ്ട് ബൈക്കിലോട്ട് കയറുമ്പം ബൈക്ക് പൊങ്ങുന്നു,
പിന്നെ എന്തോ ഒരു വെള്ളം തെറിപ്പിക്കുന്ന രംഗം, മണിയെ അടിക്കാൻ മണി തെറിച്ച് വീഴുന്നു, അത് ഇയാളുടെ ദേഹത്ത്. എന്തൊക്കെയോ കിടന്ന പണ്ട് ഞാൻ വല്ല പ്രിയദർശൻ പടങ്ങളിലൊക്കെ കാണിച്ച് മടുത്ത് പണ്ടടങ്ങിയിരിക്കുന്ന സാധനമാണ്. ഈ പുരുഷന്റെ ലിംഗമൊക്കെ എവിടെയൊക്കെ തട്ടുമ്പം ഈ മണിശബ്ദമൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഒക്കെ പണ്ടുണ്ടായിരുന്നൊരു സാധനമല്ലേ മിസ്റ്റർ ബീൻ. ഇവിടെ ദിലീപ് പടങ്ങളിലൊക്കെ ദിലീപൊക്കെ ചെയ്ത് വിട്ട കേസാണ്. ഇനി അതിനൊക്കെ ഇനി ഇപ്പം 2026 ഇവന്മാർ ഈ ബോളിവുഡ് ഉള്ളവന്മാരെല്ലാം 90കളിൽ നിന്ന് ഇങ്ങനെ വണ്ടി കിട്ടാതെ വണ്ടിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് പ്രിയദർശൻ കഴിഞ്ഞിടയ്ക്ക് ആ ഒരു അക്ഷയ് കുമാറിന്റെ ഒരു പടം ഇറക്കിയില്ലായിരുന്നു? ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള പല ഡയറക്ടർമാരും പഴയ ഡയറക്ടർമാരും ഇവിടെ പടം ചെയ്യുമ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം, ഇത് ഞങ്ങളുടെ കഥ ഇങ്ങനെയാണ്. ഷാജി കൈലാസ് 90കളിലെ സാധനം എടുത്തിട്ട് പുള്ളി പറയുന്നുണ്ടല്ലോ, ഇടയിൽ കേരളത്തിലുള്ള പ്രേക്ഷകരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ 90കളിൽ നിന്ന് വണ്ടി കിട്ടിയില്ല ടാക്സി പിടിച്ചിങ്ങോട്ട് പോരുക. അവിടെ വന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ പടം ഓടത്തില്ല. ഡയറക്ടർമാരുടെ ഒക്കെ വിചാരം റിവ്യൂവേഴ്സ് കാണാൻ പടം പൊട്ടിപ്പോന്ന് പറയുന്നത്. റിവ്യൂവേഴ്സ് അല്ല പ്രശ്നം, നിങ്ങൾ ചെയ്യുന്ന പടത്തിന്റെ സ്ക്രിപ്റ്റാണ് പ്രശ്നം, സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് പ്രശ്നം. ഉള്ള വെറുപ്പിലെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് ഫാമിലിയാണ് എല്ലാത്തിനും ഉപരിയായുള്ള. രണ്ടും കൂടെ വേണോ? ഏതെല്ലാം ഒന്നൊക്കെ മതിയില്ലേ? പിന്നെ ഭാര്യ ഭർത്ത ബന്ധം, പവിത്രത, ഇതൊക്കെ ഒന്നും പറയാനില്ല. കണ്ടു നോക്ക്.